നമസ്കാരം. കലയാട്ടത്തിലേക്ക് സ്വാഗതം. മത്സരങ്ങൾ അതിന്റെ എന്താ പറയുന്നത്, ഒരു വാക്ക് പറഞ്ഞേ. മത്സരങ്ങൾ അതിന്റെ ഉത്തുംഗ ശൃംഗത്തിൽ എത്തി നിൽക്കുകയാണ്. ഉത്തുംഗ ശൃംഗത്തിൽ ഏറ്റവും മുകളിൽ മലയാളത്തിൽ പറയുന്നു. അപ്പോ പോയിന്റ് നില, പിന്നെ ഏതൊക്കെ വേദിയിലാണ് ഏതൊക്കെ മത്സരങ്ങൾ നടക്കുന്നത് ഇന്നത്തെ അറിയാൻ ആരിലേക്ക് പോകാം? ലതീഷ് ഉണ്ടെന്നു. ലതീഷ്, എങ്ങനെയായിരുന്നു ഇന്നത്തെ ഒരു ഇതുവരെയുള്ള ഒരു പൊതുചിത്രം എങ്ങനെയാണ്? അരുൺ, 49 ഇനങ്ങളിലാണ് മൂന്നാം ദിനത്തിൽ മത്സരം നടക്കേണ്ടത്. ഇതിനകം 32 മത്സര ഇനങ്ങൾ പൂർത്തിയായി. 339 പോയിന്റ് നേടി കോഴിക്കോട്, പാലക്കാട് ജില്ലകൾ തുല്യമായി പോയിന്റുകൾ പങ്കിട്ട് ഒന്നാം സ്ഥാനത്ത് തുടരുകയാണ്. 336 പോയിന്റുമായി കണ്ണൂർ ജില്ല, ആതിഥേയരായ കണ്ണൂർ ജില്ലയാണ് രണ്ടാം സ്ഥാനത്ത്. 333 പോയിന്റോടെ തൃശ്ശൂർ ജില്ല മൂന്നാം സ്ഥാനത്തുണ്ട്. ഇത്തരത്തിൽ ഇഞ്ചോടിഞ്ച് മത്സരമാണ് ഇന്ന് വിവിധ വേദികളിൽ നടക്കുന്നത്. പാലക്കാട് ജില്ലയായിരുന്നു ഉച്ചവരെ മുൻപന്തിയിൽ, എന്നാൽ ഉച്ച കഴിഞ്ഞ് കോഴിക്കോട് ജില്ല മുന്നോട്ട് വന്ന ഒരു സാഹചര്യമുണ്ടായി. തുടർന്ന് ഇപ്പോൾ ഇരു ജില്ലകളും തുല്യ പോയിന്റുകൾ പങ്കിട്ടുകൊണ്ട് ഒരേപോലെ ഒന്നാം സ്ഥാനത്ത് തുടരുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. വിവിധ വേദികളിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മത്സരങ്ങൾ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. 4 മണിക്ക് തുടങ്ങേണ്ട ഒന്നാം വേദിയായ നിളയിൽ 4 മണിക്ക് ആരംഭിക്കേണ്ട കുച്ചിപ്പുടി മത്സരം ഇപ്പോഴും ആരംഭിച്ചിട്ടില്ല. കേരള നടന മത്സരം ഇപ്പോഴും തുടരുകയാണ്. 38 ഈ മത്സരാർത്ഥികൾ കേരള നടന മത്സരത്തിൽ മത്സരിക്കുന്നുണ്ട് എന്നതുകൊണ്ട് തന്നെയാണ് ഈ വേദിയിൽ മത്സരങ്ങൾ പുരോഗമിക്കുന്നത്. മിമിക്രി മത്സരം ഉച്ചയോടുകൂടി തന്നെ പൂർത്തിയായി. ഹൈസ്കൂൾ വിഭാഗം പെൺകുട്ടികളുടേതും ഹയർ സെക്കൻഡറി വിഭാഗം ആൺകുട്ടികളുടെയും മിമിക്രി മത്സരമാണ് ഇന്ന് വേദിയിൽ ഉണ്ടായിരുന്നത്. എന്നാൽ വിരസമായിരുന്നു മത്സരം. ആവർത്തന വിരസത കൊണ്ട് ആളുകളെ ബോറടിപ്പിക്കുന്നൊരു സാഹചര്യമാണ് മിമിക്രി വേദിയിൽ, അതേപോലെ മിമിക്രി സദസ്സിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞത്. നാടക മത്സരം ഇപ്പോഴും പുരോഗമിക്കുകയാണ്. ഹയർ സെക്കൻഡറി വിഭാഗം നാടക മത്സരമാണ് ഇന്ന് പുരോഗമിക്കുന്നത്. 16 നാടകങ്ങൾ വേദിയിലെത്തുന്നുണ്ട്. രാവിലെ 9 മണിയോടുകൂടി തന്നെ നാടക മത്സരം ആരംഭിച്ചു. തിങ്ങി നിറഞ്ഞ സദസ്സിലാണ് നാടക മത്സരങ്ങൾ നടക്കുന്നത്. പൂരക്കളി, അതേപോലെ തന്നെ ചാക്യാർ കൂത്ത് തുടങ്ങിയ മത്സരങ്ങളെല്ലാം ഇപ്പോഴും വിവിധ വേദികളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. വേദി 3-ൽ വൈകിട്ട് ഉച്ച കഴിഞ്ഞ് 2 മണിക്ക് ആരംഭിക്കേണ്ട കോൽക്കളിയിൽ ചില പ്രശ്നങ്ങളുണ്ടായി. സ്റ്റേജിന്റെ ബലക്കുറവ് കാരണം വലിയ പ്രതിഷേധം മത്സരാർത്ഥികളുടെ ഭാഗത്തു നിന്നും അതേപോലെ തന്നെ കാണികളുടെ ഭാഗത്തു നിന്നും വലിയ പ്രതിഷേധം ഉണ്ടായതിനെ തുടർന്ന് മത്സരം 2ാം വേദിയിൽ നിന്നും 3ാം വേദിയിലേക്ക് മാറ്റിവെച്ച സാഹചര്യമാണുള്ളത്. 3ാം വേദിയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഹയർ സെക്കൻഡറി വിഭാഗത്തിന്റെ വൃന്ദവാദ്യ മത്സരം പൂർത്തിയായതിനു ശേഷമായിരിക്കും ഹയർ സെക്കൻഡറി വിഭാഗത്തിന്റെ കോൽക്കളി മത്സരം ആരംഭിക്കുക. അത് പൂർത്തിയാവാൻ ഒരുപക്ഷെ നാളെ രാവിലെ വരെ ആവാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളഞ്ഞുകൂടാ. എന്തായാലും ഇപ്പോഴും വൃന്ദവാദ്യ മത്സരം ആ വേദിയിൽ പുരോഗമിക്കുകയാണ്. കണ്ണൂരിൽ 3ാം ദിനവും വലിയ ഒരു ആൾക്കൂട്ടം തന്നെയാണ് വിവിധ വേദികളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് 1ാം വേദിയായ നിള, അതേപോലെ തന്നെ നാടക മത്സരം നടക്കുന്ന 14ാം വേദി, അതേപോലെ മിമിക്രി മത്സരവും വൃന്ദവാദ്യ മത്സരവും ഉൾപ്പെടെ നടക്കുന്ന 2-3 വേദികളിലെല്ലാം വലിയ ജനാവലി തന്നെയാണ് മത്സരാർത്ഥികളെ പ്രോത്സാഹിപ്പിക്കുന്നതിനും മത്സരം ആസ്വദിക്കുന്നതിനും അല്ലെങ്കിൽ കല ആസ്വദിക്കുന്നതിനും വേണ്ടി എത്തിക്കൊണ്ടിരിക്കുന്നത്. അരുൺ, അതെ, കണ്ണൂർ എന്തായാലും അങ്ങനെ നിരാശപ്പെടുത്തില്ല. സജീവ ജനപങ്കാളിത്തം കൊണ്ട്, പ്രേക്ഷകരുടെ പങ്കാളിത്തം കൊണ്ട് വലിയ പിന്തുണ കണ്ണൂർ നൽകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ആ കാര്യം തന്നെയാണ് ആര് പറഞ്ഞത്, ലതീഷും പറഞ്ഞു. പക്ഷേ മത്സരങ്ങളെ സംബന്ധിച്ച് ഇപ്പോൾ ക്രമം തെറ്റിയ ഒരു മത്സര ക്രമീകരണം അതങ്ങനെ ഉണ്ടാവും അഞ്ചു. എല്ലാ കലോത്സവത്തിനും അതങ്ങനെ ഉണ്ടാവും. കാരണം കൃത്യ സമയത്ത് ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ടെങ്കിലും ചില മത്സരങ്ങൾ, ഇപ്പോൾ തന്നെ നമ്മുടെ 1ാം വേദി, പ്രധാന വേദി നിളയിൽ ആദ്യം നടന്ന മത്സരം ഏതാണ്? രാവിലെ 9 മണിക്ക് കേരള നടനമാണ്. 4 മണിക്ക് അത് പൂർത്തിയാക്കിയിട്ട് അടുത്ത മത്സരം നടക്കേണ്ടിയിരുന്നത് ഏതായിരുന്നു? കുച്ചിപ്പുടിയായിരുന്നു. പക്ഷേ കേരള നടനം കണ്ടിന്യൂ ചെയ്യുന്ന ഒരു അവസ്ഥയാണുള്ളത്. ഒന്നാം വേദിയിൽ കേരള നടനം ഇപ്പോഴും പുരോഗമിക്കുകയാണ്. അതിലേക്ക് വന്നിട്ട് നമുക്ക് അതിഥികളുണ്ട്. ഇപ്പോൾ 1ാം വേദിയിലേക്ക് മുരഹര നഖധര മുകുന്ദ മാധവ, മുരഹര നഖധര മുകുന്ദ മാധവ, ഗരുഡ ഗമന പങ്കജനാഭ, ഗരുഡ ഗമന പങ്കജനാഭ, മുരഹര നഖധര മുകുന്ദ മാധവ, ഗരുഡ ഗമന പങ്കജനാഭ, പരമപുരുഷ ഭവ ഭഞ്ജനത്തെ നമോ നരമൃഗ ശരീര.
വിവിധ വേദികളിൽ വിവിധ മത്സരങ്ങൾ പുരോഗമിക്കുകയാണ്. ഈ അഞ്ജു, നമുക്ക് എല്ലാ തവണയും പറയുന്ന പോലെ ഓരോ തവണയും എത്തുന്ന അതിഥികൾ പുതിയ അതിഥികൾ തന്നെയാണ്. എന്തെങ്കിലും പ്രത്യേകത അവർക്ക് മലബാറിന്റെ മണ്ണിലെ മാപ്പിളപ്പാട്ടുകാരെ അറിയാത്തവർ ഒരുപക്ഷെ ആരും ഉണ്ടാവില്ല. അതിനപ്പുറം എനിക്ക് തോന്നുന്നു കണ്ണൂർ എന്ന പേര് കേൾക്കുമ്പോൾ സലീമക്കയുടെ പേരാണ് ആദ്യം ഓർമ്മ വരുന്നത്. കണ്ണൂർ സലീം എന്ന പേര് ഒരല്പം സങ്കടത്തോടെ നമ്പരത്തോടു കൂടി അത് ഓർക്കുകയും ചെയ്യും. ഞാനത് പറയാനുള്ള കാരണമുണ്ട്. അതിഥികളെ പരിചയപ്പെടുത്തിക്കോളൂ. സജ്ല ആൻഡ് സജ്ലി അല്ലേ? നിങ്ങളുടെ നാട്ടിലെ ഒരു ഉത്സവം എങ്ങനെ നോക്കി കാണുന്നു? സ്റ്റേറ്റ് കലോത്സവം കണ്ണൂരാണെന്ന് അറിഞ്ഞപ്പോൾ തന്നെ വളരെയധികം സന്തോഷവും അഭിമാനമൊക്കെ തോന്നി. കാരണം ഞങ്ങളൊക്കെ മത്സരിക്കുന്ന ടൈമിൽ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു കണ്ണൂർ ഒരു സ്റ്റേറ്റ് കലോത്സവം വരണമെന്ന്. പക്ഷെ ഇപ്പം വന്നപ്പോൾ സന്തോഷം തോന്നുന്നത്. എങ്ങനെയായിരുന്നു? നമ്മുടെ നാട്ടിലൊരു വലിയൊരു കലോത്സവം വരാന്ന് പറഞ്ഞാൽ അതിലപ്പോൾ ഒരു സന്തോഷമില്ല. ഇവിടെ കയറിയപ്പോൾ തന്നെ നമ്മൾ മത്സരിച്ച ആ ഒരു ഡേയ്സ് ഒക്കെയാണ് ഓർമ്മ വരുന്നത്. അപ്പം അത് വല്ലാണ്ട് മിസ് ചെയ്യുന്നു നമുക്ക് രണ്ടുപേർക്കും. തീർച്ചയായും. നേരത്തെ പറഞ്ഞു ഇപ്പോൾ ബ്രണ്ണൻ കോളേജിലാണ് പഠിച്ചതെന്ന് പറഞ്ഞു. ഈ കലോത്സവത്തിന്റെ ഓർമ്മകൾ, അതിലൊരു പങ്കാളിത്തമൊക്കെ എങ്ങനെയായിരുന്നു രണ്ടുപേരും സ്കൂൾ സമയത്തൊക്കെ? എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടെ ഹൈസ്കൂൾ ലെവലിലൊക്കെ പഠിക്കുമ്പോഴായിരുന്നു കുറച്ചുകൂടെ വാശിയൊക്കെ ഉണ്ടായിരുന്നേ. പിന്നെ കോളേജിലൊക്കെ വന്നപ്പോൾ പിന്നെ കുറച്ച് ഡൗൺ ആയി. അതിൻ്റെ ആ ഒരു ഇൻട്രസ്റ്റ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. ആ ഒരു എന്താ പറയുക വാശിയും ഇതൊന്നും എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. ഹൈസ്കൂൾ ഹയർ സെക്കൻഡറിയിൽ പഠിക്കുമ്പോഴായിരുന്നു ഭയങ്കര ആവേശവും ഒരു വാശിയൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. കലോത്സവ വേദികൾ സ്ഥിരം സാന്നിധ്യം തന്നെയായിരുന്നു ആ സമയങ്ങളിൽ. ഒരുപാട് പ്രൈസ് ഒക്കെ സ്വന്തമാക്കിയിട്ടുണ്ട്. മാപ്പിളപ്പാട്ടിലും ഉറുദു ഗസലിലും സ്റ്റേറ്റിൽ ഫസ്റ്റ് കിട്ടാറുണ്ട്. പിന്നെ കുറെ ഗിറ്റാർ, തബല അതിലൊക്കെ ജില്ല വരെ എത്തിയിട്ടുണ്ട്. പിന്നെ കുറെ ഗ്രൂപ്പ് സോങ്സും ഒപ്പന. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വേദിയിൽ സജ്ലി പറഞ്ഞ പോലെ തന്നെ മിസ് ചെയ്യുന്നു സത്യം പറഞ്ഞ ഈ വേദികളൊക്കെ. അല്ല, അത് മാത്രല്ല, അങ്ങനെ ഒരു പാരമ്പര്യമുള്ള ഒരു വീട്ടിൽ നിന്നാണ് വരുന്നത്. കാരണം നന്നായി പാട്ട് പറഞ്ഞ് നൽകാൻ, അതിനെക്കുറിച്ച് ആധികാരികമായി പറഞ്ഞു നൽകാൻ കഴിവുള്ള ഒരാളുണ്ടായിരുന്നല്ലോ. അപ്പോ എങ്ങനെയായിരുന്നു ആ ഒരു ശിക്ഷണം? അച്ഛൻ തന്നെയായിരുന്നോ, ബാപ്പ തന്നെയായിരുന്നോ? മാപ്പിളപ്പാട്ട് സാധാ മാപ്പിളപ്പാട്ടല്ലല്ലോ മത്സരത്തിൽ പാണ്ടി വരാം. അപ്പം ഉപ്പ അല്ല പറഞ്ഞു തരാറ്. അതിനായിട്ട് വേറൊരു മാഷിനെ കണ്ട് അവരുടെ നിന്ന് പഠിച്ചിട്ടാണ്. പക്ഷെ അതിൽ എന്തൊക്കെ ചേഞ്ചസ് വരണം, ട്യൂണിൽ എന്തൊക്കെ ചേഞ്ചസ് വരണം, അതൊക്കെ ഉപ്പ ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഇനി എന്തായാലും ഇത്രയും വിശേഷങ്ങളൊക്കെ പറയാം. പക്ഷെ അവരെ കൊണ്ട് ഒരു മാപ്പിളപ്പാട്ട് പാടിക്കാതെ ഇനി എങ്ങനെ മുന്നോട്ട് പോവുക? എങ്ങനെയാ പാടുന്നത്? രണ്ടുപേരും ഒരുമിച്ചാണോ അതോ നിങ്ങൾക്ക് എങ്ങനെയാ? ആദ്യം രണ്ടാളും ഒരുമിച്ചിട്ടാണ് പാടാല്ലേ. ഈ ചേട്ടത്തി അനീത്തിമാർക്കിടയിൽ അങ്ങനെ ഒരുമയൊന്നും ഇല്ല. എങ്ങനെ നിങ്ങൾ എങ്ങനെയാ വഴക്ക് കൂടുതലാണോ? ഈ ഒരുമിച്ച് പാടാനൊക്കെ ഒരു പ്രശ്നമാവോ? ഇല്ല, എനിക്ക് പാടാൻ പറ്റാത്ത ചില പോർഷൻസ് ഒക്കെ ഞാൻ പറയും നീ പാടിക്കോ, ഒന്ന് ഹെൽപ്പ് ചെയ്യണം. കാരണം ഇവള് നല്ല റേഞ്ചിൽ പാടുന്ന ആളാണ്. അപ്പം ഞാൻ പറയും ഒന്ന് ഹെൽപ്പ് ചെയ്യണം. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ട് ഹെൽപ്പ് ചെയ്തിട്ടൊക്കെയാണ് പാടാറ്. അപ്പൊ എന്തായാലും പാടിക്കോളൂ. സംഗൃത പമകരി തങ്ക തുങ്ക തതികിണ തിങ്കര തിമികിട മേളം തകതം സരി സരി ഗമ തക്കിട തിന്തികിട തിന്തിമി തളങ്കത താളം. സംഗൃത പമകരി തങ്ക തുങ്ക തതികിണ തിങ്കര തിമികിട മേളം തകതം സരി സരി ഗമ തക്കിട തിന്തികിട തിന്തിമി തളങ്കത താളം. തീർന്നു പോയി എന്നുള്ള സങ്കടമാണ്. സാരമില്ല, ഇനിയും പഠിച്ചോളാം. ഇപ്പോ ആദ്യമായിട്ടാണോ വരുന്നത്? അല്ലല്ലോ, ഞാൻ ഉദ്ദേശിച്ചത് കണ്ണൂർ ഇവിടെ ഈ കലോത്സവത്തിന് ഈ വേദിയിൽ ആദ്യമായിട്ടാണോ വരുന്നത്? കാണുന്നുണ്ടോ മത്സരങ്ങളൊക്കെ? പ്രോഗ്രാംസിന്റെ തിരക്കുണ്ടായിരുന്നു. ഇന്നാണ് കുറച്ച് ഗ്യാപ്പ് കിട്ടിയപ്പോ. സജ്ജിനിയെ സംബന്ധിച്ച് സജില എല്ലാവർക്കും കൺഫ്യൂഷൻ ആണ്. ചില പ്രോഗ്രാംസിലൊക്കെ എന്നെ മൊഞ്ചത്തിമാരും അല്ലെങ്കിൽ അങ്ങനെയെങ്കിലും ഒന്ന് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാനോ, ആ മൊഞ്ചത്തിമാരെ പെട്ടെന്ന് പേരും അങ്ങനെ. അത് അഞ്ജു പറഞ്ഞ നന്നായി, ഞാനത് പറയാനിരുന്ന. അപ്പോഴേ ഈ കൈരളിയില് പട്ടുറുമാല് ജഡ്ജിങ് പാനലിലൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് ഫെമിലിയർ ആണ്. മറ്റൊന്ന്, ഈ എങ്ങനെയാ പ്രോഗ്രാമിന്റെ ഒരു സംവിധാനമൊക്കെ എങ്ങനെയാ? നിങ്ങൾ ഒരുമിച്ചാണോ ചെയ്യാം? ഉപ്പുണ്ടായിരുന്ന സമയത്ത് കുറെ ഫാമിലി ഷോസ് ചെയ്തിട്ടുണ്ട്. അത് ഉപ്പയും നമ്മുടെ 4 മക്കളും മാത്രം. 2 ബ്രദേഴ്സ് ഉണ്ട്, ഒരു മൂത്താളും ഒരു ഇളയാളും ഉണ്ട്. കീബോർഡിസ്റ്റ് ആണ് മൂത്താള്, പാടുകയും ചെയ്യും. അങ്ങനെ നമ്മൾ ഫാമിലി ആയിട്ടാണ് കൂടുതൽ ഷോസ് ചെയ്തിരുന്നത്. പിന്നെ ഞാൻ പട്ടുറുമാലിൽ വന്നതിന് ശേഷം എനിക്ക് കുറെ പുറത്തുള്ള ഷോസ് വരാൻ തുടങ്ങി. അങ്ങനെ പുറത്തും പോയി ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ സെജ്ലി മൈലാഞ്ചിയിലെ ബാൻഡിൽ ഇഷല അറേബ്യ എന്ന് പറഞ്ഞ ഏഷ്യാനെറ്റിൽ മൈലാഞ്ചിയിലെ ബാൻഡിലെ ലീഡറായിരുന്നു. അപ്പം
അങ്ങനെ ഇവളും ഫേമസ് ആയി. ഇവക്കും പുറത്ത് കുറേ ഷോസ് കിട്ടാറുണ്ട്. അങ്ങനെ ഷോസ് കുറേ ചെയ്യാറുണ്ട്. ഇപ്പോഴും ഉപ്പ ഇല്ലെങ്കിൽ പോലും നമ്മൾ 4 മക്കളും കൂടിയിട്ട് ഷോസ് ചെയ്യാറുണ്ട്. അല്ല, അത് ഉണ്ടാവണം. കാരണം അതൊരു കടമയാണ്. മാത്രമല്ല ജനങ്ങൾ അത് അർഹിക്കുകയും ചെയ്യുന്നുണ്ട്. ആ അർത്ഥത്തിൽ അതൊരു കമ്മിറ്റ്മെന്റ് കൂടിയാണല്ലോ. എങ്ങനെയാ കുറച്ചുകൂടെ സൈലന്റ് ആണെന്ന് തോന്നുന്നല്ലോ അദ്ദേഹത്തെ ആണോ? സംസാരിക്കാൻ ഒരു ഗ്യാപ്പ് കിട്ടുന്നില്ല. അല്ല, അനീതി സംസാരിക്കാൻ സമയം തന്നിട്ട് വേണ്ടല്ലേ ചേച്ചി? ചേച്ചി ഞാനാണ് തിരിഞ്ഞു പോയി കേട്ടോ. കുഴപ്പമില്ല, അത് എല്ലാരും ചിലപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു. പക്ഷെ സ്വാഭാവികം നേരെ തിരിച്ച അനീതിമാര് ഭയങ്കര വായാടികളും സൈലന്റ് ഒന്നും ആദ്യമൊക്കെ സൈലന്റ് ആയിരുന്നു. ഇപ്പൊ കുറച്ച് ഇപ്പൊ ഈ ഒരു വേദിയിലായതുകൊണ്ടായിരിക്കും അല്ലേ സംസാരിക്കും നന്നായിട്ട്. അപ്പൊ ഇനി ഒറ്റയ്ക്കൊറ്റയ്ക്ക് ഓരോ ഗാനം അത് അവർ തീരുമാനിക്കട്ടെ എങ്ങനെയാന്ന്. ആരാദ്യം പാടും? നിങ്ങൾ തന്നെ തീരുമാനിച്ചു. കേൾക്കാം. മാപ്പിളപ്പാട്ട് തന്നെ പാടണോ അതോ? അങ്ങനെയില്ല, എന്താണെങ്കിലും നിങ്ങൾക്ക് പാടാൻ പറ്റുന്ന നിങ്ങളുടെ റേഞ്ചിൽ വരുന്ന എന്താണെങ്കിലും പാടാം. കാരണം ഇത് കൂടിയ ആളല്ലേ, അപ്പൊ കൂട്ടിക്കോ. ഓക്കെ, എന്തായാലും കണ്ണൂരാണ് നടക്കുന്നത്. നമ്മുടെ സ്വന്തം സ്ഥലം, എൻ്റെ ഉപ്പായുടെ സ്ഥലം കണ്ണൂർ സലീം. അപ്പോൾ എൻ്റെ ഡാഡി പാടിയ ഒരു പാട്ട് തന്നെ പാടാം. മുത്തേ സത്തേ എന്ന് വിളിക്കും കാനത്ത് രാവ് ഇന്നാണ്, മാറിൻ്റെ കരളിൽ കുളിരെ പകരണ നിക്കാഹ് രാവ് ഇന്നാണ്. ചിരിച്ച് ചിരിച്ച് മണിയറയിൽ മാരൻ നിൽക്കണ നേരത്ത് മുത്തം കവിളത്ത് വേണ്ടെന്ന് ചൊല്ലി നീ കണ്ണ് പൊത്തണ ആളാണ്, കണ്ണ് പൊത്തണ ആളാണ്. മുത്തേ സത്തേ എന്ന് വിളിക്കും കാനത്ത് രാവ് ഇന്നാണ്, മാറിൻ്റെ കരളിൽ കുളിരെ പകരണ നിക്കാഹ് രാവ് ഇന്നാണ്. ഇനി അങ്ങോട്ട് കൊടുത്തോളൂ. ഞാൻ ലതാച്ചിയുടെ ഒരു പഴയ സോങ് പാടാം. ഇപ്പൊ മാപ്പിളപ്പാട്ട് സെജിലി പാടിയല്ലോ. ഗസലൊക്കെ പാടാറുണ്ടോ? ഗസൽസ് ഒക്കെ പാടാറുണ്ട്. ഇത് കഴിഞ്ഞിട്ട് ഗസലിന്റെ ഒരു ആളാണിത്. ആണോ? വല്ല ചോദ്യം ചോദിച്ചാൽ നാണം കേട്ടോ നീ. लग जा गले के फिर हंसी रात हो न हो, शायद फिर इस जन्म मुलाकात हो न हो. लग जा गले के फिर हंसी रात हो न हो, शायद फिर इस जन्म में मुलाकात हो न हो. लग जा गले ले ले. ഒരു ഗസലൂടെ വേണം. ഓ, ലയിച്ചിരുന്നു പോയി. ഈ ഒരുപാട് ശിഷ്യഗണങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ടോ? കാരണം കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ടോ ഈ മാപ്പിളപ്പാട്ട് ഇതുമായി ബന്ധപ്പെട്ട്? പഠിപ്പിക്കുന്നൊന്നുമില്ല. എങ്ങനെയാ? ഇല്ല, പഠിപ്പിക്കുന്നില്ല. ഇല്ല. ഓക്കെ. കാരണം ഞാൻ ചോദിക്കാൻ കാര്യം, ഈ കലോത്സവം വേദികളിൽ ഇങ്ങനെ ഒരു പാരമ്പര്യം ഉള്ളത് കൊണ്ട് തന്നെ ഒരുപാട് പേര് സമീപിക്കും. യൂത്ത് ഫെസ്റ്റിവലിന്റെ ഒക്കെ ടൈം ആകുമ്പോഴും ചില കുട്ടികളൊക്കെ വന്നിട്ട് ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടി വരും, പാടിത്തരും. എന്തെങ്കിലും ഇതില് മിസ്റ്റേക്സ് എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി വരാറുണ്ട്. അപ്പൊ ഞാനാണെങ്കിലും സെജിലി ആണെങ്കിലും പറഞ്ഞു കൊടുക്കാറുണ്ട്. ഇപ്പൊ അത്തരത്തിൽ ആരെങ്കിലും സമീപിക്കാറുണ്ടോ നിലവിൽ? അങ്ങനെ പറയത്തക്ക ഉണ്ടോ? വീട്ടിൽ കുറച്ച് കുട്ടികളൊക്കെ വരാറുണ്ട്. പക്ഷെ മാപ്പിളപ്പാട്ടൊക്കെ ആണെങ്കിൽ നമുക്ക് ട്യൂണിലും അതൊക്കെ നമുക്ക് കുറേ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. പക്ഷേ അതിൻ്റെ അറബി സംസ്കൃതമൊക്കെ മിക്സ് ആയിട്ടാണ് അതിൻ്റെ വേർഡ്സൊക്കെ ലിറിക്സൊക്കെ വരുന്നത്. അപ്പം അതിൽ നമുക്ക് കൂടുതൽ ഇടപെടാൻ പറ്റില്ല. പക്ഷെ നമ്മൾ കൂടുതലും അതിൻ്റെ മ്യൂസിക്കും അതിൻ്റെതായ കാര്യങ്ങളൊക്കെ നമ്മൾ ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഇപ്പം എങ്ങനെയാ പ്രോഗ്രാംസ് ഒക്കെ പോകുന്നത്? നിങ്ങളുടെ സ്വന്തം പ്രോഗ്രാംസ് എങ്ങനെയാ ചെയ്യാ? ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ഫാമിലി ഷോസ് ചെയ്യുന്നുണ്ട്. ഇനിയിപ്പം ഇഷ്ടമാണല്ലോ, ഗസൽ ഇഷ്ടമാണെന്ന് പറഞ്ഞില്ലേ. അപ്പം നമുക്ക് രണ്ടാൾക്കും നമ്മളുടേത് മാത്രമായിട്ടുള്ള ഒരു ഗസൽ ഷോസ് ഇനി ചെയ്യണമെന്നുണ്ട്. അതിൻ്റെതായ ഒരു റിഹേഴ്സലും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. എല്ലാവിധ ആശംസകളും. അങ്ങനെയുള്ള എല്ലാ സംരംഭങ്ങളിലെയും മനസ്സുകൊണ്ട് നമുക്ക് പിന്തുണയ്ക്കാൻ സാധിക്കും. ഈ വിദേശ രാജ്യങ്ങൾ എങ്ങനെ എബ്രോഡ് പ്രോഗ്രാംസ് ഒക്കെ ചെയ്യാറുണ്ട്? ഉണ്ടാവാറുണ്ട്. മിക്കപ്പോഴും പെരുന്നാൾ സമയത്താണ് അധികവും ഷോസ് ഉണ്ടാവാറ്. എന്നാലും ഒരു ഇടവേള കൂടി നമുക്ക് വളരെ അനിവാര്യമാണ്. 2 ഗായികമാരെയാണ് ഒരുമിച്ച് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് ഇനിയും ഒരുപാട് പ്രതീക്ഷിക്കാം. ഒരു ഇടവേള.
കലയാട്ടത്തിലേക്ക് വീണ്ടും സ്വാഗതം. അഞ്ജു, എന്തായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്? അതായത് ഗസലിനെ കുറിച്ചായിരുന്നോ അതോ മാപ്പിളപ്പാട്ടിനെ കുറിച്ചായിരുന്നോ? എല്ലാം ഉണ്ട്, രണ്ടുമുണ്ട്. അതിഥികളിലേക്ക് മാപ്പിളപ്പാട്ട് നമുക്ക് എന്ന് ഒരിക്കൽ കൂടി തിരിച്ചു പോകാം. ഈ പ്രത്യേകിച്ച് വടക്കൻ മലബാറിൽ മാത്രമല്ല, പൊതുവിൽ ഇതിനോടൊരു ഇഷ്ടം എല്ലാ വേദികളിലും നിൽക്കുന്നുണ്ട് എന്നുള്ളത് സത്യമാണ്. കാരണം ഈ മാപ്പിളപ്പാട്ട് എന്നും ജനകീയമാണ്. ജാതി മത ഭേദമില്ലാതെ ആലങ്കാരികമായി പറഞ്ഞാൽ അതിന്റെ റങ്ക് പങ്കിടുന്നവരാണ് എല്ലാ മലയാളികളും എന്ന് നമുക്ക് പറയാം. ഇപ്പോൾ ഭാസ്കരൻ മാഷാണെങ്കിലും വടകര കൃഷ്ണദാസ് ആണെങ്കിലും ഒപ്പം രാഘവൻ മാഷും ഒക്കെ അങ്ങനെ എടുത്തു പറയേണ്ട പേരുകളാണ്. ഇവരെല്ലാം ഇതിനെ പ്രോത്സാഹിപ്പിക്കുകയും ഇഷ്ടപ്പെടുകയും സിനിമകളിലും ഒക്കെ അത് ഉപയോഗിക്കുകയും ഒക്കെ ചെയ്യുകയും ചെയ്തിരുന്നു. ഇതിന്റെ ഒരു ജനകീയത ശരിക്കും നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത്, ആസ്വദിക്കുന്നത്? കാരണം അത്രയ്ക്ക് നല്ലൊരു കലാരൂപമല്ലേ ഇത്? നിങ്ങൾക്ക് കിട്ടുന്ന റെസ്പോൺസസ് എങ്ങനെയാണ്? ശരിക്കും പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കുന്നത് മാപ്പിളപ്പാട്ടിൽ എന്താ പറയുക, മാപ്പിളപ്പാട്ടിലൂടെ വളർന്നതുകൊണ്ടായിരിക്കാം. മാപ്പിളപ്പാട്ടിലാണ് ഞങ്ങൾക്ക് രണ്ടാക്കും ഇപ്പോൾ ഒരു പ്രശസ്തി എന്ന് പറയുന്നത്. അതൊരു ഭാഗ്യമായിട്ട് കാണുന്നുണ്ട് ഞാൻ. കാരണം അറിയാലോ, ഇപ്പം ലോകം മൊത്തം സിംഗേഴ്സ് ആണെന്ന് പറയാം. കാരണം എവിടെ പോയാലും പാടുന്ന ആൾക്കാരാണ്. അപ്പം അതിൻ്റെ ഇടയിൽ നമുക്കൊക്കെ കുറച്ച് ഒരു ഫേമസ് ആവാന്ന് വെച്ചാൽ ഒരു വലിയൊരു ഭാഗ്യമാണ്. അതെനിക്ക് തോന്നുന്ന മാപ്പിളപ്പാട്ടിൽ നിലനിൽക്കുന്നതുകൊണ്ടായിരിക്കാം ആ ഒരു പേര് ഇപ്പോഴും. കാരണം ഫിലിം ഫീൽഡിലേക്ക് ട്രൈ ചെയ്തിട്ടുണ്ട്, പക്ഷേ ഭാഗ്യം എന്ന് പറയുന്നത് മസ്റ്റാണ്. അപ്പം ആ ഒരു ഭാഗ്യം ഇതുവരെ ആ ഒരു ലെവലിലേക്ക് എത്താൻ സാധിച്ചിട്ടില്ല. എനിക്ക് തോന്നുന്ന മാപ്പിളപ്പാട്ട് ആയതുകൊണ്ടായിരിക്കാം ഇത്രയെങ്കിലും നിൽക്കുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. സജ്ലിയുടെ അഭിപ്രായം എങ്ങനെയാണെന്ന് അറിയില്ല. എങ്ങനെയാണ് സജ്ലിയുടെ? എനിക്കും തോന്നുന്നത് തന്നെയാണ്. പക്ഷെ മാപ്പിളപ്പാട്ടിൻ്റെ ആ ഒരു ഫീൽഡിൽ വന്നുകൊണ്ട് നമുക്കൊരു മറ്റുള്ള സിംഗേഴ്സിനെക്കാളും ഒരു ഡിഫറൻസ് ഫീൽ ചെയ്യുന്നുണ്ട് ആൾക്കാരുടെ ഇടയിൽ ഇറങ്ങുമ്പോൾ. ഇതാ സെജ്ലി അതാന്നൊക്കെ പറയുമ്പോൾ പണ്ടൊക്കെ ഉണ്ടായിരുന്നില്ല. പണ്ടൊക്കെ സെജ്ലേനായിരുന്നു എല്ലാവർക്കും അറിയുന്നത്. ഇപ്പോൾ അതിനുശേഷം സെജ്ലയുടെ സിസ്റ്റർ എന്നുള്ള രീതിയിലായിരുന്നു എന്നെ എല്ലാവരും പറയുന്നുണ്ട്. ഇപ്പോൾ സന്തോഷം, എന്നെയും തിരിച്ചറിയാൻ തുടങ്ങി. പക്ഷേ വേറൊരു സങ്കടം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ സ്റ്റേജിൽ പോയാൽ നമ്മൾ കൂടുതലും ആക്സെപ്റ്റ് ചെയ്യുന്നത് മാപ്പിളപ്പാട്ടാണ്. നമ്മളിപ്പോൾ ഒരു ഫിലിം സോങ് പാടുകയാണെങ്കിൽ അതൊക്കെ ആക്സെപ്റ്റ് ചെയ്തെന്ന് വരില്ല. അതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ നമുക്ക് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാറുണ്ട്. ഞങ്ങൾക്ക് കുറെ പാട്ടുകൾ പാടണമെന്ന് ഭയങ്കര ആഗ്രഹിക്കും. അങ്ങനെയല്ല സ്റ്റേജസിൽ. അല്ല, എന്തായാലും നമുക്ക് സംസാരിക്കുന്നതിനേക്കാൾ കൂടുതൽ എനിക്കൊന്ന് പാട്ട് കേൾക്കുന്നതാണ് നല്ലത്. അതാണ് ജനങ്ങളിലേക്ക് വേഗം എത്തുന്നതും. രണ്ടാളും കൂടി ഒരു ഗസൽ പാടാം. പറഞ്ഞു ഗസലിൽ തന്നെ നിക്കണമെന്നും ഇല്ല. അത് മാറാം, മാപ്പിളപ്പാട്ടിലേക്ക് വരാം. चुपके रात दिन आंसू बहाना याद है चुपके चुपके रात दिन आंसू बहाना याद है हमको अब तक आशिकी का वो ज़माना चुपके चुपके रात दिन आंसू बहाना याद है. അതിനൊരു പ്രത്യേക സെറ്റപ്പ് ഇല്ലേ? എന്താ പറയാ, ഗുലാം അലി സാഹബ് കാ എക് സുന്ദർ ഗാന. വേണ്ട, ഹിന്ദി പറഞ്ഞ് വളിപ്പിക്കുന്നില്ല. അദ്ദേഹം കണ്ടിരുന്നോ? ഇവിടെ കേരളത്തിൽ വന്നപ്പോ കണ്ടിരുന്നോ? പോയി ഇല്ല അല്ലേ? ദിവസത്തിൽ ഒരു തവണയെങ്കിലും ഞാൻ ശരിക്കും അങ്ങോട്ട് ആവശ്യപ്പെടണമെന്ന് കരുതിയിരുന്ന ഒരു പാട്ടെന്നല്ല, ഗസലാണ് അത്. എന്താ, അതൊന്നുമില്ല, പറയാം, ഒരു ഇടവേളയ്ക്ക് ശേഷം പറയാം. ഞാനിപ്പോൾ എന്തായാലും നേരത്തെ പറഞ്ഞു വെച്ചത്, എത്ര കേട്ടാലും മതിവരാത്ത ഒരു പാട്ടാണ്, ഗസലാണത്, സംഗീതമാണത്. അതുകൊണ്ടാണ് ഇനിയപ്പോ കുറച്ചു നേരം ഗസൽ അങ്ങ് മാറ്റി വെക്കാം. എനിക്ക് കുറച്ച് പക്ഷേ ഉണ്ട്, എല്ലാവർക്കും അതിന് ആഗ്രഹമുണ്ട്. പക്ഷേ ഇനി 9 മണിക്ക് 8 മണിക്ക് നമ്മുടെ എഡിറ്റോറിയൽ പ്രോഗ്രാം ന്യൂസ് ആൻഡ് വ്യൂസ് ആണ്. അതിന് മുൻപ് മാപ്പിളപ്പാട്ടാണോ ഇനി എന്താ ഉള്ളത്? മാപ്പിളപ്പാട്ട് പാടാം. ഓ, ആകെ ചുറ്റുലകത്തിലും എത്തനമെത്തിരു ഗത്തനമൈത്തിരു വിത്തരു മത്തിരു മുത്തനബിയുള്ള
ചെമ്മതിനൂറ് മുഹമ്മദനാകിയ ആദം മക്കളിലൊക്കെ മികത്തൊരുതൊക്കെ വിളർക്കുടി മുക്കിയ മക്കനകൾ കടിച്ചു ഹബീബുള്ള ആകെ ചുറ്റുനകത്തിലും എത്തനകത്തിരുകത്തനമായി തിരുവിത്തരമത്തൊരു മുത്തുനബിയുള്ള ചെമ്മതിനൂറ് മുഹമ്മദനാകിയ ആദം മക്കളിലൊക്കെ മികത്തൊരുതൊക്കെ വിളർക്കുടി മുക്കിയ മക്കനകൾ കടിച്ചു ഹബീബുള്ള. അപ്പോൾ പീപ്പിളിന്റെ എല്ലാ പ്രേക്ഷകരും പ്രത്യേകം നന്ദി പറയുന്നുണ്ടാവും നിങ്ങളോട് രണ്ടുപേരോടും, ഈ സഹോദരിമാരോട്. അത്രയ്ക്ക് മനോഹരമായ മുഹൂർത്തങ്ങളാണ് പീപ്പിളിനായി നിങ്ങൾ സമ്മാനിച്ചത്. വളരെയധികം നന്ദി. ഒരു ഇടവേള. വേദിയിലെ മത്സരങ്ങൾ അവസാനിക്കുന്നില്ല, അതുകൊണ്ട് ഉത്സവ കാഴ്ചയും. അപ്പോൾ ഇപ്പോൾ തിരികെ തിരുവനന്തപുരം സ്റ്റുഡിയോയിലേക്ക്. നന്ദി.